നമസ്കാരം. തുഞ്ചൻ മിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൈരങ്കോട്ട തീയാട്ടുത്സവം വർണ്ണാഭമായി. ദേശപ്പെരുമയുണർത്തി വരവാഘോഷങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കുന്നതിൽ പ്രതിഷേധം. സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തം. പറവണ്ണ പള്ളിപ്പറമ്പ് കനോലി കനാൽ പാലം അപകടാവസ്ഥയിൽ. ജനങ്ങളുടെ കാൽനടയാത്ര അപകട ഭീതിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. വൈരങ്കോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ തീയാട്ടുത്സവം വർണ്ണാഭമായി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനം ഒഴുകിയെത്തി. നാട്ടാചാര പെരുമ കൊണ്ട് പ്രസിദ്ധമാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രവും തീയാട്ടുത്സവവും. ബഹുസ്വരതയുടെ സംഗമവേദി കൂടിയായ ഉത്സവം അക്ഷരാർത്ഥത്തിൽ ജനകീയ ആഘോഷവേദിയാണ്. കാർഷികോത്സവം എന്ന നിലയിലും വൈരങ്കോട് ക്ഷേത്രോത്സവത്തിന് പ്രസക്തിയുണ്ട്. കൊയ്ത്തൊഴിഞ്ഞ പാടം പൂട്ടി വിത്തടലിനൊരുക്കി വരും വർഷത്തെ കാർഷിക സമൃദ്ധിക്ക് വേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കാനാണ് സാധാരണക്കാരായ ജനങ്ങൾ ആഘോഷപൂർവ്വം ക്ഷേത്രത്തിലെത്തുന്നത്. ആഢ്യത്വത്തിന് മേലാപ്പുകളില്ലാതെ പച്ച മനുഷ്യനായെത്തി ആചാരം ചൊല്ലി ദേവിയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഐശ്വര്യവും തുണയും ഉണ്ടാകുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇതിന്റെ ദൃഷ്ടാന്തമാണ് കാട്ടാള വേഷത്തിൽ ഭക്തർ ദേവീ ദർശനത്തിനെത്തുന്നത്. മണ്ണിന്റെ മക്കളോടുള്ള ദേവീപ്രീതി വിശേഷമാണെന്നാണ് വിശ്വാസം. പൂതനും തിറയും കാളിവേഷങ്ങളും ഉർവരതയുടെ ദൃഷ്ടാന്തങ്ങൾ തന്നെ. കർഷകന്റെ ആത്മമിത്രമായ കാളക്കോലങ്ങൾ വർണ്ണാഭമായി അലങ്കരിച്ച ദേവിക്ക് ആചാരമർപ്പിക്കാൻ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിക്കുന്നത് കാർഷിക പെരുമ വിളിച്ചോതുന്നു. ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഓരോന്നും ഉർവരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണെന്നതും ശ്രദ്ധേയമാണ്. വൈരങ്കോട്ടെ ക്ഷേത്രസന്നിധി അക്ഷരാർത്ഥത്തിൽ ചമയങ്ങളില്ലാത്ത പച്ചമനുഷ്യത്വത്തിന്റെ സംഗമവേദിയാണ്. ഗ്രാമീണ വ്യാപാരമേള എന്ന നിലയിലും ഉത്സവം പ്രസിദ്ധം തന്നെ. പുരാതന ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ നാടൻ മത്സ്യങ്ങളുടെയും കാർഷിക മത്സ്യബന്ധന ഉപകരണങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും വ്യാപാര മേള കൂടിയാണ് ഉത്സവം. നാട്ടാചാര പെരുമ കൊണ്ട് പ്രസിദ്ധമാണ് വൈരങ്കോട്ട് ക്ഷേത്രോത്സവം. കാഴ്ചവിസ്മയം തീർത്ത വരവാഘോഷങ്ങൾ ശ്രദ്ധേയമായി. ഗ്രാമീണമായ നന്മകളിൽ അധിഷ്ഠിതമാണ് ഉത്സവാഘോഷം. കഴിഞ്ഞ ഞായറാഴ്ച മരമുറിയോട് ആരംഭിച്ച തീയാട്ടുത്സവം മലബാറിന്റെ ക്ഷേത്രോത്സവങ്ങളുടെ തുടക്കമായാണ് നടത്തുന്നത്. 6 ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികളും ദേശക്കൊടിവരവുകളുടെയും മറ്റും ചടങ്ങുകളുടെയും അകമ്പടിയോടെയാണ് ഉത്സവം നടത്തുന്നത്. വലിയ തീയാട്ടിന്റെ ഭാഗമായി വെള്ളിയാഴ്ച കാലത്ത് മുതൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ ക്ഷേത്രനട തുറന്നതോടെ ഉച്ചവരെ നിത്യപൂജകളും വിശേഷാൽ പൂജകളും മറ്റു ചടങ്ങുകളും നടന്നു. വൈകിട്ട് 4 മണിയോടെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കൊടിവരവുകൾ ക്ഷേത്രത്തിലെത്തി. ഇരട്ടക്കാളകൾ, പൂതൻ, കാട്ടാളൻ, വിവിധ കാളീരൂപങ്ങൾ, ചെണ്ടമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ എത്തിയ കൊടിവരവുകൾ ഭക്തജനങ്ങൾക്ക് ആവേശമായി. രാത്രി മുടിയാട്ടം, ചുരുകപിടുത്തം, കാട് കാണൽ എന്നീ ചടങ്ങുകൾ നടന്നു. ശനിയാഴ്ച പുലർച്ചെ കനലാട്ടം, തിരിയൊഴിച്ചൽ, ചവിട്ടുകളി, അരിയളവ് എന്നിവയോടെ തീയാട്ടുത്സവത്തിന് കൊടിയിറങ്ങും. ക്ഷേത്രോത്സവത്തിന് സുരക്ഷയ്ക്കായി തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത തിരൂർ ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അടിയന്തര നടപടി വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. തിരൂർ ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കിയെന്ന പ്രഖ്യാപനം വരുമ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ജനറൽ ആശുപത്രിയായി ഉയർത്തുന്നതിന് വേണ്ട എന്ത് യോഗ്യതയാണ് തിരൂർ ജില്ലാ ആശുപത്രിക്ക് ഉള്ളത് എന്നതാണ് പ്രഥമ ചോദ്യം. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തിയിട്ട് പോലും ആശുപത്രിയുടെ സൗകര്യങ്ങളിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല. 1961 സ്റ്റാഫ് പാറ്റേൺ ആണ് നിലവിലും പിന്തുടരുന്നത്. ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും എണ്ണത്തിൽ ചില്ലറ വർധനമുണ്ടായതൊഴിച്ചാൽ കാര്യമായ മാറ്റമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ജില്ലാ ആശുപത്രിയായതോടെ രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവിന് ആനുപാതികമായിട്ട് പോലും ഡോക്ടർമാരോ ജീവനക്കാരോ വർദ്ധിച്ചിട്ടില്ല. നിലവിൽ ഗൈനക്കോളജി, അസ്ഥിരോഗ വിഭാഗങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അസ്ഥിരോഗ വിഭാഗത്തിൽ ഒരു ഡോക്ടറാണ് നിലവിലുള്ളത്. മറ്റ് ചുമതലകൾ കൂടി ഉള്ളതിനാൽ ഡോക്ടർക്ക് പലപ്പോഴും OPയിലോ മറ്റോ ചികിത്സിക്കാൻ സാധിക്കുന്നില്ല. ഗൈനക്കോളജി വിഭാഗത്തിലും സ്ഥിതി മറിച്ചല്ല. ആവശ്യത്തിന് നഴ്സുമാർ പോലും ഇല്ലാത്തത് രൂക്ഷമായ പ്രതിസന്ധിയാണ് തീർക്കുന്നത്. അനുബന്ധ സൗകര്യങ്ങളും അപര്യാപ്തമാണ്. ആവശ്യമായ കെട്ടിട സൗകര്യങ്ങൾ പോലും ഇപ്പോഴും സജ്ജമായിട്ടില്ല. സുരക്ഷ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച പോലീസ് എയ്ഡ് പോസ്റ്റ് അടച്ചിട്ട് മാസങ്ങളായി. ആശുപത്രിയിൽ വലിയ സുരക്ഷാ ഭീഷണി ഇപ്പോഴും നേരിടുന്നു. ചുരുക്കം പറഞ്ഞാൽ പരിമിതികളുടെ പടുകൂടാരമാണ് തിരൂർ ജില്ലാ ആശുപത്രി. വികസനം ലക്ഷ്യം വെച്ചാണ് ആശുപത്രിയുടെ പദവി ഉയർത്തലെങ്കിൽ ജനം പ്രതീക്ഷയിലാണ്. അതേസമയം പ്രഖ്യാപനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെങ്കിൽ ബോർഡ് മാറ്റം മാത്രമാകും ആശുപത്രിയിൽ നടക്കുക.
ആശുപത്രി പദവി ഉയർത്തൽ പ്രഖ്യാപനത്തിനൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും നടപടി വേണമെന്നാണ് ഇതോടെ ആവശ്യമുയർന്നിരിക്കുന്നത്. പറവണ്ണ പള്ളിപ്പറമ്പ് കനോലി കനാൽ പാലം അപകടാവസ്ഥയിൽ പാലം നവീകരിക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധം വ്യാപകം. വെട്ടം നിറമെഴുതൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് കനോലി കനാലിന് കുറുകെ നിർമ്മിച്ചതാണ് പള്ളിപ്പറമ്പ് പാലം. വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളും അടക്കം നിരവധി പേർ ദിനംപ്രതി ആശ്രയിക്കുന്നതാണ് പാലം. എന്നാൽ പാലം ഇന്ന് അത്യന്തം അപകടാവസ്ഥയിലാണ്. കാലപ്പഴക്കമാണ് അപകടാവസ്ഥയ്ക്ക് പ്രധാന കാരണം. പലയിടത്തും കോൺക്രീറ്റും കല്ലുകളും അടർന്നുപോയ സ്ഥിതിയാണ്. അത്യന്തം അപകടഭീതിയിലാണ് ജനങ്ങളുടെ കാൽനടയാത്ര. ഏതു സമയവും ഒരു ദുരന്തം സംഭവിക്കാം എന്ന സ്ഥിതിയായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ്. അപകടസ്ഥിതിയിലായ പാലം പൊളിച്ചുമാറ്റി ആധുനിക സജ്ജീകരണങ്ങളോടെ പുതിയത് നിർമ്മിക്കണം എന്നത് കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. എന്നാൽ അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇത് വ്യാപക പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യുവജന ബഹുജന സംഘടനകൾ സമരത്തിനൊരുങ്ങുകയാണ്. ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സമരം നടക്കുകയുണ്ടായി. വഴി നടക്കാനുള്ള സൗകര്യത്തിനാണ് ഒരു ജനത കാത്തിരിപ്പ് തുടരുന്നത്. ഒരു ദുരന്തത്തിന് മുൻപേ ന്യായമായ ആവശ്യത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പിന്നീട് അധികാരികൾക്ക് ഒരുപക്ഷെ വലിയ വില നൽകേണ്ടി വരും. ഏകദേശം രാവിലെയും വൈകുന്നേരങ്ങളും സമയങ്ങളിലായി ധാരാളം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നവരുമായ ധാരാളം പേർ ഈ പാലത്തെ ആശ്രയിക്കുന്നുണ്ട്. ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കണം നിർമ്മാണം കഴിഞ്ഞ ഉടനെ തന്നെ ഈ പാലം അപകടകരമായ അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. 2 വർഷം മുമ്പാണ് തൊട്ടടുത്ത പ്രദേശത്ത് ഇതുപോലെ ഒരു പാലം തകർന്ന് 2 ആളുകൾ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത്. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ പുരോഗമന പ്രസ്ഥാനവും ഡിവൈഎഫ്ഐ ഒക്കെ തന്നെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു സമരം നടത്തേണ്ടായി. അതൊന്നും നടത്തിയിട്ട് ഉത്തരവാദപ്പെട്ട അധികാരികൾ ഇതുവരെ ഒരു പ്രതികരണം എന്ന നിലക്ക് ആരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഈ അടുത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ അധികാരികൾ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിപ്പ് പരിപാടി നടത്താൻ സാധ്യതയുള്ളതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഉടനെ തന്നെ ഒരു ടൈം ഞങ്ങൾ അനുവദിച്ചു കൊടുക്കും. അതിനുശേഷവും ഇതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പൂർണ്ണമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ ഈ പ്രദേശത്തെ ആളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തും. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം നവീകരണത്തിന് സർക്കാർ സഹായം ഉടൻ ലഭ്യമാക്കണമെന്ന് ആവശ്യമുയരുന്നു. കൂടുതൽ പണം ലഭ്യമാക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. 2013 മാർച്ച് 3 ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം അഗ്നിക്കിരയാതെ. തുടർന്ന് ക്ഷേത്രം നവീകരണത്തിന് സർക്കാർ 1,70,00,000 രൂപ സഹായധനം പ്രഖ്യാപിച്ചു. 2 വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കും വിധമാണ് പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ 60 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ നാളിതുവരെ ക്ഷേത്രത്തിന് നൽകിയിട്ടുള്ളത്. ഇതുമൂലം അക്ഷരാർത്ഥത്തിൽ നവീകരണം പ്രതിസന്ധിയിലാണ്. പണത്തിന്റെ അഭാവം മൂലം കഴിഞ്ഞ 6 മാസമായി കാര്യമായ പ്രവൃത്തികൾ നടത്താനായിട്ടില്ല. സ്ഥിതി തുടർന്നാൽ നിശ്ചിത കാലത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കാനാകില്ലെന്നാണ് വിലയിരുത്തൽ. ഇത് ക്ഷേത്ര ഭരണസമിതിക്കിടയിലും ഭക്തർക്കിടയിലും ആശങ്കയ്ക്ക് കാരണമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം പ്രവൃത്തി പൂർത്തിയാക്കാൻ പോരാതെ വരും എന്ന ആശങ്കയുമുണ്ട്. അനുബന്ധ പ്രവൃത്തികളടക്കം പൂർത്തിയാക്കാൻ 3 കോടി രൂപ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡും സർക്കാരും ഇടപെട്ട് പണം ലഭ്യമാക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. ശബരിമല ക്ഷേത്രം കഴിഞ്ഞാൽ സംസ്ഥാനത്തെ തന്നെ സുപ്രധാന അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചമ്രവട്ടത്തേത്. ശബരിമല തീർത്ഥാടന സമയത്തെ സുപ്രധാന ഇടത്താവളം കൂടിയായ ക്ഷേത്രത്തിന്റെ നവീകരണം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിട്ടുണ്ട്. സഹകരണ വകുപ്പ് ജീവനക്കാർക്കായി തിരൂരിൽ ഗോൾഡ് അപ്രൈസർ പരിശീലനം സംഘടിപ്പിച്ചു. സഹകരണ ജീവനക്കാർക്ക് വേണ്ടി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വർണ്ണാഭരണങ്ങളുടെ മൂല്യനിർണ്ണയത്തിൽ പരിശീലനം നൽകി. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എം ബേബിരാജ ഉദ്ഘാടനം ചെയ്തു. PV സുരേഷ് അധ്യക്ഷത വഹിച്ചു. KV പ്രസാദ് സ്വാഗതവും CP വിജയരാഘവൻ നന്ദിയും രേഖപ്പെടുത്തി. വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നായി 100ഓളം ജീവനക്കാർ പങ്കെടുത്തു. ഇനി അറിയിപ്പുകൾ. കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന്റെയും കേരള ഹിന്ദി പ്രചാര സഭയുടെയും അംഗീകാരമുള്ള തിരൂർ നവൈഗു ഹിന്ദി കോളേജ് UP ഹൈസ്കൂൾ ഹിന്ദി അധ്യാപക കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലപ്പുറം ജില്ലയിലെ SSLC പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി 43 വയസ്സാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 5 അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും ചിത്രസാഗറിന് സമീപം നവൈഗു ഹിന്ദി കോളേജുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 9567232626. ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ മഹാകവി ONV അനുസ്മരണവും മാതൃഭാഷാ സംഗമവും സംഘടിപ്പിച്ചു. PV നാരായണൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മാതൃഭാഷാ സംഗമം CT സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഷബീർ നെല്ലിയാളി അധ്യക്ഷനായി. ജോയ് മാമലയിൽ, തുളസി ദേവി, M റിസാന, അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ONV കവിതകളുടെ ആലാപനവും നടന്നു. കൊടക്കൽ ബദേൽ ആശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ വചന ശുശ്രൂഷയും സംഗീത വിരുന്നും ഫെബ്രുവരി 26, 27, 28 തീയതികളിൽ നടക്കും.
പാസ്റ്റർ റെജി ചെക്കുളം, സിസ്റ്റർ മേഴ്സിക്കുട്ടി സൈമൺ ഓട്ടുപാറ എന്നിവർ പ്രസംഗിക്കും. പുറത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ വായ്പയെടുത്ത കുടിശ്ശിക വരുത്തിയവർക്കായി സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ് 2016 പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവർ ബന്ധപ്പെട്ട രേഖകളുമായി ഫെബ്രുവരി 20 പകൽ 10 മണിക്ക് ബാങ്ക് ഹെഡ് ഓഫീസിൽ എത്തണമെന്ന് ബാങ്ക് സെക്രട്ടറി അറിയിച്ചു. തിരൂർ ജാല ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ONV സ്മൃതി ചൊവ്വാഴ്ച വൈകിട്ട് 4:30 തിരൂർ GMUP സ്കൂളിൽ നടക്കും. അശോകൻ ചെരുവിൽ അനുസ്മരണം നടത്തും. അഡ്വക്കേറ്റ് S. ഗിരീഷ് പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈരങ്കോട്ട തീയാട്ടുത്സവം വർണ്ണാഭമായി. ദേശപ്പെരുമയുണർത്തി വരവാഘോഷങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കുന്നതിൽ പ്രതിഷേധം. സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തം. പറവണ്ണ പള്ളിപ്പറമ്പ് കനോലി കനാൽ പാലം അപകടാവസ്ഥയിൽ. ജനങ്ങളുടെ കാൽനടയാത്ര അപകട ഭീതിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.